എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനുമൊക്കെ കൂട്ടാൻ പറ്റുന്ന വെറും 3 ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു കറി ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്കൊരു കറി വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയോ പൂരിയോ അപ്പത്തിനോ ഒക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് നമ്മുടെ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്ന പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും എടുക്കാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി നമുക്കുണ്ടാക്കാവേ. ഇത് ഞാൻ ഒരു മീഡിയം സൈസ് നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചേക്കുവാണ്. ഇത് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് കുക്കറിനകത്തിട്ടൊരു ഒറ്റ വിസിലടിപ്പിച്ചൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാവേ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെയുള്ള മസാലകളൊന്നുമില്ലാത്ത ഒരു കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ എടുത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. ഇനി അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കടുക്. ആകെപ്പാടെ ഇതിന് നമുക്ക് 3 ഇൻഗ്രീഡിയൻസും മതി. മസാലകളൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. ഏറ്റവും ചപ്പാത്തിക്കും നമ്മുടെ പൂരിക്കുമൊക്കെ ഏറ്റവും ടേസ്റ്റി കറി. ഇതങ്ങനെ നമ്മുടെ കടുക് പൊട്ടി. ഇനി നമുക്കിതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു, ഒരു പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ സവോള, ഈ പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ നമുക്ക് ഒന്നിട്ട് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഒരു ശകല ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാതെ, ഇത് മാത്രം ചേരാനുള്ള ഉപ്പിട്ട് കൊടുക്കും. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം, നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മൂത്ത് നല്ലൊരു ഗോൾഡൻ കളറിൽ വരണേ. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങ് നല്ലപോലെ ഒന്ന് ഉടച്ച് നമുക്ക് അതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഉടച്ച് നമുക്കിതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്ത് കിടത്തിയിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഉടച്ച് വേണമെന്നുള്ളവർക്ക് ഉടച്ചെടുക്കാം, അല്ലാത്തവർക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. പക്ഷേ ഇച്ചിരി ഉടച്ചെടുക്കുന്നതാണ് ഇച്ചിരി ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇതങ്ങനെ നമ്മുടെ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെയുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി തിക്കായിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 1/4 ഗ്ലാസ് പാൽ, തേങ്ങാപ്പാലോ പശുവും പാലോ, ഞാൻ തേങ്ങാപ്പാലോ ഒഴിച്ച്. നമ്മുടെ കയ്യിൽ തേങ്ങാപ്പാലാണെങ്കിലും പശുവും പാലാണെങ്കിലും കുഴപ്പമില്ല. ഇത് വെച്ച് ഒത്തിരി നേരം വെക്കാനൊന്നുമല്ലോ, നമ്മൾ അന്നേരം തന്നെ കൂട്ടാനായിട്ടുള്ളതല്ലേ. അങ്ങനെ നമ്മുടെ ഇതിപ്പോൾ ഇച്ചിരി ഒന്ന് പയ്യെ ഒന്ന് തിക വരുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റൗ ഓഫാക്കി വെക്കണം. അപ്പോഴത്തേക്ക് ഇത് കുറുകിക്കോളും. നമ്മുടെ ഉരുളക്കിഴങ്ങല്ലേ, അപ്പോൾ ഇത് കുറുകും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബാച്ചിലേഴ്സിനും അല്ലെ പെട്ടെന്ന് ജോലിക്കാർക്കുമൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവേ. ഇത് അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിക്കും പൂരിക്കും ഭട്ടൂരയ്ക്കും ഒക്കെയുള്ള അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു റെസിപ്പികളും നല്ല റെസിപ്പികളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.